വലിയവനാകുന്ന ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി പത്തനംതിട്ടയുള്ള ദൈവമക്കളോട് ഒരുമിച്ച് കഥാവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരവസരം കൂടെ നൽകി എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്തു. ഇന്ന് വളരെ സന്തോഷത്തോട് ആണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. വിശേഷാൽ പത്തനംതിട്ടയുള്ള ദൈവമക്കളോട് ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ നന്ദിയുടെ പ്രകടനമായിട്ടാണ് പ്രിയ ജോയ് ബ്രദറെ കുടുംബവും ഇരു കുടുംബങ്ങളും ഒരുമിച്ച് ഇന്ന് അവിടെ ആയിരിക്കുവാനായിട്ട് തീരുമാനിച്ചത്. സഭ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹകരമായിട്ടും സന്തോഷകരമായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതോടെ പ്രിയ കുഞ്ഞുങ്ങളുടെ എൻഗേജ്മെൻറ്റ് അതിൻ്റെ ഫംഗ്ഷൻ നടത്തി തരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സഭയിലെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ദൈവമക്കളോടും മാത്രമല്ല എല്ലാ വിശ്വാസികളോടും സഹോദരങ്ങളോടും ഹൃദയംഗമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യും. വിശേഷാൽ പ്രിയ സജിത് ബ്രദറിന് വിശേഷാൽ ഒരു സ്പെഷ്യൽ സല്യൂട്ട് തന്നെയുണ്ട്. വളരെ അനുഗ്രഹകരമായിട്ട് വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് സന്തോഷകരമായിട്ട് ആ കാര്യം പൂർത്തീകരിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നത് മാത്രമല്ല പ്രിയ സഹോദരനോടുമുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് വരുന്ന ദിവസങ്ങളും നിറയ്ക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കട്ടെ. ഞാൻ ഓർക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഒരു 10 പേരെങ്കിലും എന്നോട് വന്ന് ചോദിച്ചു, പത്തനംതിട്ട ഇങ്ങനെയുള്ള സഹോദരന്മാർ ഒക്കെ ഉണ്ടോ എന്ന്. വളരെ സന്തോഷകരമായിട്ട് എനിക്ക് തോന്നുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അവരെയൊക്കെ വരും ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശേഷാൽ പ്രിയ ഡാനിയിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദൈവം സഹായിച്ചു. അതും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. അത് നമുക്കെല്ലാവർക്കും സന്തോഷകരമായ അനുഭവമാണ്. നമുക്കറിയാം, സാധാരണ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് സഭയിലേക്ക് ബന്ധു കുടുംബങ്ങൾ കടന്നു വരുന്നത്. എന്നാൽ ഇവിടെ അതിനു മുമ്പ് തന്നെ അങ്ങനെ ഒരു അവസരം ലഭിച്ചു. അതിനുള്ള അവസരത്തിന് കാരണമുണ്ട്. നമുക്കറിയാം, വിവാഹം ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷവും അത് പറഞ്ഞാൽ ന്യൂയോർക്കിൽ വെച്ചുമായിരിക്കും. അതിന് ശേഷം എന്നായിരിക്കും അവർക്ക് ഇവിടേക്ക് കടന്നു വരുവാൻ കഴിയുന്നതെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ അവരെ വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചു. ഞങ്ങളോട് ഒരുമിച്ച് ഒരാഴ്ച ആയിരിക്കുന്നത് വളരെ സന്തോഷമായിരിക്കുമെന്ന് അത് സ്വീകരിച്ച് സന്തോഷത്തോടെ ഞങ്ങളോട് കൂടെ പ്രിയ ജോയ് ബ്രദറിനും കുടുംബത്തിനും ആയിരിക്കാൻ ദൈവം ഇടയാക്കി എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സഭയായിട്ടുമുള്ള നന്ദിയും വിശേഷാൽ അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഡാനിയിൽ നിന്ന് വളരെ വിലപ്പെട്ട ദൈവവചന സത്യങ്ങളാണ് നമുക്ക് കേൾക്കുവാനായിട്ട് ദൈവം സാവകാശം തന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ആഴവും ഉയരവും നീളവും വീതിയും അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്, അതിൻ്റെ പരിപൂർണത എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയുന്നത്. ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും ഒക്കെ വെളിപ്പെടുത്തിയത് കർത്താവ് യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതാകുന്ന ദൈവ സ്നേഹത്തിൻ്റെ മുഴുവൻ പ്രകടനവും അത് വെളിപ്പെടുത്തി തന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ആ സ്നേഹം വെളിപ്പെടുത്തപ്പെട്ടത് ഇന്ന് ലോകത്തിന് പ്രകടമാകേണ്ടത്, അതിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും എന്താണെന്ന് തെളിയിക്കപ്പെടേണ്ടത്, ഇന്നത് പ്രദർശിപ്പിക്കപ്പെടേണ്ടത് എന്നിലൂടെയും നിങ്ങളിലൂടെയുമാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ പ്രദർശിപ്പിക്കുവാനായിട്ട് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നു. അത് ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുവാനായിട്ട്, ദൈവത്തിൻ്റെ പരിപൂർണത നമ്മളിലൂടെ വെളിപ്പെടുത്തപ്പെടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള വലിയ സത്യം നമ്മെ കേൾപ്പിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആ വിഷയത്തിലൂടെ സംസാരിച്ചു എന്നുള്ളതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ വെളിപ്പെടുത്തിയ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ മുൻപിൽ അല്പമായിട്ട് ഒന്ന് വെളിപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവസ്നേഹം അറിയുകയും ദൈവസ്നേഹം വെളിപ്പെടുത്തപ്പെടുകയും ദൈവത്തിനു വേണ്ടി നിലനിൽക്കുകയും ചെയ്ത വളരെ കമൻഡഡ് ആയിട്ടുള്ള ഒരു വിശ്വാസം, അത് എനിക്ക് നിങ്ങൾക്കൊക്കെ മാതൃകയാണെന്ന് മാത്രമല്ല നാമൊക്കെ അങ്ങനെ ആയിരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയും ചെയ്യും. നമുക്ക് ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 verse 25 to 30. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യം. എന്നാൽ എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും
നിങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ട് ശുശ്രൂഷകനുമായ എപ്പഫ്രൊദീത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചു താൻ ധീരമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചു വരുന്നു. അവൻ ധീരം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാൻ എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം വ്യഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവ് പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുകയും ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കുകയും എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. അതെ, നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ഒരു മോഡൽ സെർവൻറ്റ് എപ്പഫ്രൊദീത്തോസിനെ കുറിച്ച് പറയപ്പെടുന്നതാകുന്ന ശബ്ദമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു കമൻഡേഷനാണ് ഇവിടെ പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ കൂടെ ശുശ്രൂഷയിലായിരുന്ന, തന്നെ ശുശ്രൂഷിച്ച, തൻ്റെ കൂടെയായിരുന്ന എപ്പഫ്രൊദീത്തോസിനെ കുറിച്ച് പറയുന്ന ചില ശബ്ദങ്ങൾ. അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോകുവാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പശ്ചാത്തലത്തിലേക്ക് പോകാതെ തന്നെ ആ ഭാഗത്തു നിന്ന്, ആ വാക്യത്തിൽ നിന്ന് കണ്ട ചില വാക്കുകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. പൗലോസ് അപ്പോസ്തലന് എപ്പഫ്രൊദീത്തോസിനെ കുറിച്ച് പറയുന്ന ചില ശബ്ദങ്ങൾ എന്നെ ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതിൻ്റെ 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹഭടനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രൊദീത്തോസിനെ പരിചയപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ തന്നെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ പൗലോസ് പറയുന്ന ചില ശബ്ദങ്ങളുണ്ട്. എന്തൊക്കെയാണ് താൻ പറയുന്നത്? ഹീസ് എ ബ്രദർ, ഹീസ് എ ഫെലോ വർക്കർ ആൻഡ് എ ഫെലോ സോൾജർ. എ ബ്രദർ, എ ഫെലോ വർക്കർ ആൻഡ് എ ഫെലോ സോൾജർ വിത്ത് മീ. ഇതൊരു വലിയ റിലേഷനാണ്. ഒരു ദൈവദാസൻ തൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളിനെ കണ്ടുകൊണ്ട് പറയുന്ന വാക്കാണ് ഈ 3 ശബ്ദങ്ങൾ ഇവിടെ. ഒന്നാമത്തെ വാക്ക് താൻ ഉപയോഗിക്കുന്നത് താൻ ആരാണെന്നാണ്. ഈസ് എ ബ്രദർ. എന്താ പൗലോസ് അപ്പോസ്തലന് എപ്പഫ്രൊദീത്തോസ് ഒരു ബ്രദറായിട്ട് മാറിയത്, ഒരു സഹോദരനായിട്ട് മാറിയത്? നമുക്കറിയാം, അതിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത കാര്യമാണ്. എന്നാൽ ഈ ബന്ധം എന്ന് പറയുന്നത് പൗലോസ് പറയുകയാണ്, ഹി ഈസ് മൈ ബ്രദർ, അവൻ എൻ്റെ സഹോദരനാണ്. എങ്ങനെയാണ് ആ ബന്ധം ലഭിച്ചത്? ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ഇൻ ക്രൈസ്റ്റ്. യേശു കർത്താവിലൂടെ ലഭിച്ച ബന്ധമാണ് ഏത്? എപ്പഫ്രൊദീത്തോസ് തൻ്റെ സഹോദരനായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നത്. ലോകത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബന്ധമെന്ന് പറയുന്നത്, നിലനിൽക്കുന്ന ബന്ധമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്നതാകുന്ന ബന്ധമാണ്. എനിക്കും നിങ്ങൾക്കും ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന എല്ലാ റിലേഷനും എന്ത് ചെയ്യും? മരണം കൊണ്ട് മാറ്റപ്പെടുന്നതാണ്. മരണം കൊണ്ട് മാറ്റപ്പെടുന്ന ബന്ധങ്ങൾ മാത്രമാണ് ഭൂമിയിലുള്ളതെങ്കിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ബന്ധമെന്ന് പറയുന്നത് അത് സഹോദര ബന്ധമാണ്. അല്ലേ? നാം ഒക്കെ പല ഭവനങ്ങളിൽ ജനിച്ചവരെ, പല ഭാഷകൾ അല്ലെങ്കിൽ പല സംസ്കാരങ്ങൾ, പല സംസ്ഥാനങ്ങൾ, ഇതൊക്കെ ഉള്ളവരാണ്. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ നമുക്ക് ആരാണ്? നമുക്ക് സഹോദരങ്ങളാണ്. നമുക്ക് സഹോദരങ്ങളാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ഇതാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവം. ലോകത്തിൽ ജനങ്ങൾ, മനുഷ്യർ എന്താ ചെയ്യുന്നത്? ഒരുവനെ തന്നേക്കാൾ താണവനെന്നോ അല്ലെങ്കിൽ തങ്ങളെക്കാൾ താഴേക്ക് ആളുകളെ കാണുമ്പോൾ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൻ്റെയും പഠനത്തിൻ്റെയും നിലവാരത്തിൻ്റെയും ഒക്കെ സ്ഥിതിയിൽ അവരുടെ വ്യത്യസ്തതയെ കണ്ടുകൊണ്ട് ആളുകളോട് ഇടപെടുകയും ചെയ്യുമ്പോൾ, ഇവിടെ പൗലോസ് എന്ന് പറയുന്ന വലിയ മനുഷ്യൻ പറയുകയാണ്, ഈ ദാസനായിരിക്കുന്ന അല്ലെങ്കിൽ ഈ സാധാരണക്കാരനായിരിക്കുന്ന എപ്പഫ്രൊദീത്തോസും അവൻ ആരാണ്? എൻ്റെ സഹോദരനാണ്. യേശു കർത്താവിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സന്തോഷമാണത്. രണ്ടാമത്തെ കാര്യം താൻ അവിടെ പറയുന്നത്, താൻ ആരാണ്? തന്നെ സംബന്ധിച്ച് താൻ പറയുകയാണ്, അവന് എൻ്റെ കൂട്ടുവേലക്കാരനാണ്. ഹീസ് മൈ ഫെലോ വർക്കർ. ദൈവമക്കൾക്ക് അന്യോന്യമുള്ള മറ്റൊരു കാര്യമാണ് കർത്താവിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നത്.
സഹോദര ബന്ധം ലഭിച്ചു എന്നതുപോലെ തന്നെ പ്രധാനമാണ് ഒരുമിച്ച് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ പ്രവർത്തകരായിരിക്കുക എന്നുള്ളത്. അത് എന്നെ വളരെ ചിന്തിപ്പിക്കാൻ ഇടയായിട്ട് തീർന്നു. എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പറയുന്നത്, ഹീസ് എ വർക്കർ ഹു ഈസ് ആക്റ്റീവ്ലി ഇൻവോൾവ് വിത്ത് പോൾ. തന്നോട് കൂടെ വളരെ ശ്രദ്ധയോടുകൂടെ തൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ്. അതാണ് ഒരു ഫെലോ വർക്കർ എന്ന് പറയുന്നത്. ഫെലോ വർക്കർ എന്ന് പറയുമ്പോൾ അതിന് ശരിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ശബ്ദമെന്ന് പറയുന്നത് ഈ കലപ്പയോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് കാളകളെയാണ്. അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുക, അല്ലേ? ശ്രദ്ധിച്ച് നമുക്കറിയാം, മുഖം വെച്ച് എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഒരു മുഖത്തിൻ്റെ രണ്ടു വശത്തും ആയിരിക്കുന്ന രണ്ടുപേർ. പൗലോസ് പറയുകയാണ്, ഞാൻ ഒരു സൈഡിലായിരിക്കുന്നത് പോലെ തന്നെ ഇതേ ശുശ്രൂഷയിൽ എന്നോടൊപ്പം ആരുമുണ്ട്? എപ്പഫ്രാദിത്തോസുമുണ്ട്. പലരും ചിന്തിക്കുന്നത് ഈ കർത്താവിൻ്റെ വേലയിൽ ഗ്രേഡ് ഒത്തിരി ഉണ്ടെന്ന്, അല്ലേ? വലിയ ഗ്രേഡ് ഉള്ളവരും പിന്നെ അതിന് താഴേക്ക് ഗ്രേഡ് താണു പോകുന്നവരൊക്കെ ഉണ്ടെന്നാണ്. പക്ഷെങ്കിൽ ഓർക്കുക, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ എല്ലാവരും ആരാണ്? ഫെലോ വർക്കേഴ്സ്, അല്ലേ? സഭയിൽ അനേക ശുശ്രൂഷകൾ ദൈവം അനേകർക്ക് നൽകിയിട്ടുണ്ട്. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ടെങ്കിലും നാം എല്ലാവരും എങ്ങനെയുള്ളവരാണ്? കർത്താവിൽ ഒന്നാണ്, അല്ലേ? നാം എല്ലാവരും കർത്താവിൽ ഒന്നാണ്. വ്യത്യസ്തമായ ശുശ്രൂഷകളായിരിക്കാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പക്ഷെ നമ്മെ എല്ലാവരെയും കർത്താവിൽ ഒന്നായിട്ട് അവൻ നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. ആ സത്യം നാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ സ്ഥലം സഭയെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നത്, നമ്മുടെ സഹവിശ്വാസികളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നത്, ഇനിയും നമ്മുടെ ശുശ്രൂഷയെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നത്. ദൈവം നമുക്കൊക്കെ സഭയിൽ വ്യത്യസ്തമായ ശുശ്രൂഷകൾ നൽകിയിട്ടുണ്ട്. ആ ശുശ്രൂഷകളൊക്കെ എന്ത് ചെയ്യുക? സന്തോഷത്തോടെ നിവർത്തിക്കാൻ നമുക്ക് കഴിയുന്നത്. മൂന്നാമതാൻ പറയുകയാണ്, താൻ ആരാണ്? തന്നെ കുറിച്ച് താൻ പറയുന്നതാകുന്ന കാര്യം അവിടെ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്നത്, താൻ എൻ്റെ സഹഭടനാണ്, അല്ലേ? എൻ്റെ സഹഭടനാണ്. ഹീസ് എ സോൾജർ, എ ഫെലോ സോൾജർ, ഫോർഡ് അലോങ് സൈഡ്. തന്നോട് ഒരുമിച്ച് നിന്ന്, തന്നോട് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യാൻ, പോരാടുവാൻ കഴിയുന്ന ഒരു നല്ല ഭടനാണ്. ഓരോ വിശ്വാസികളെ കുറിച്ചും ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നാമൊക്കെ ഒരു നല്ല സഹോദരനായിരിക്കുമ്പോൾ, നാമൊക്കെ ഒരു നല്ല കൂട്ടുപ്രവർത്തകരായിരിക്കുമ്പോൾ, നാമൊക്കെ അതേ കൂട്ടത്തിൽ തന്നെ ഒരു നല്ല ഭടന്മാരായിട്ട് മുന്നോട്ട് പോവുകയാണ്. പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയുമ്പോൾ, തീമോഥെയോസിന്റെ 2 ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ താൻ പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അപ്പം തനിക്ക് പറയുവാനായിട്ടുള്ളത്, എൻ്റെ പോർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസം ആ ഭാഗം മറ്റു ഭാഗത്ത് സംസാരിച്ചപ്പോൾ പറയുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഓട്ടം തികച്ചു, ഞാൻ നല്ല പോർ പൊരുതു എന്ന് പറയുമ്പോൾ അത് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നിന്നുകൊണ്ട് താൻ പറയുന്നു. ഇനി താൻ അവിടെ പറയുക, ഇനി ഞാൻ ആരാൻ പോവുക? ഇനി ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ പോവുക, അല്ലേ? ഇനി ഞാൻ ഒഴിക്കപ്പെടാൻ പോവുക. അതിൻ്റെ അവസാന ഭാഗത്ത് വന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറയുക, വിത്ത് സാറ്റിസ്ഫാക്ഷൻ ഐ ഹാവ് ഫോട്ട് എ ഗുഡ് ഫൈറ്റ്. ഞാനൊരു നല്ല പോർ പൊരുതി കഴിഞ്ഞു. ഇവിടെ പറയുകയാണ്, എന്നോട് കൂടെ പൊരുതുന്നവനാണ്. ഈ ചിന്ത എൻ്റെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പൗലോസ് അതിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലാണ് പറഞ്ഞെങ്കിൽ, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നേ ദിവസം നമുക്കറിഞ്ഞുകൂടാ നാളെ ഇനി നമ്മുടെ ദിവസമാണോ അല്ലയോ എന്ന്. നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും നാം എന്ത് ചെയ്യണം? ഒന്ന് പരിശോധിച്ചിട്ട് ഇതുപോലെ തന്നെ നാം ഓർക്കണം, ഇന്ന് വരെയുള്ള എൻ്റെ ക്രിസ്തീയ പോരാട്ടം അത് നല്ല പോരായിരുന്നോ അല്ലായിരുന്നോ? ഞാനൊരു നല്ല പോരാട്ടം പോരാടിയോ ഇല്ലയോ? തനിക്ക് തന്നെ കമന്റ് ചെയ്യാൻ കഴിയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി. ഇത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ചിന്തയുടെ ഒരു ഭാഗമായിട്ട് തരട്ടെ. കാരണം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയതാണ്. ഈ വിശ്വാസം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ളതാണ്. നമ്മെ അവൻ തൻ്റെ ഇഷ്ടത്തിനും തൻ്റെ ഹിതത്തിനും അനുസരിച്ച് ആക്കിയത്. കഴിഞ്ഞ ആഴ്ചയിൽ സഞ്ജു ബ്രദർ പറഞ്ഞപ്പോൾ പറയുവാനായിട്ട് ഇടയായിരുന്നു, വിശ്വാസത്തിൽ അവൻ നമ്മെ എന്ത് ചെയ്യാണ്? നിലനിർത്തുകയും വളർത്തുകയും ചെയ്യാണ്. ഞാൻ അപ്പോൾ ഓർക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു, വിശ്വാസത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്ന കർത്താവ്, അല്ലേ? വിശ്വാസത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നത് കർത്താവാണ്. അത് മാത്രമല്ല, നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് അവൻ അനേക കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യത്യസ്തമായ ചിന്തകളുണ്ട്. ഒരു വാക്യം എന്നോട് കൂടെ ഒന്ന് വായിച്ചു നോക്കുക.
എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിന് 8-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കുക. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു വാക്കുണ്ട്. തനിക്ക് അവകാശമായി കിട്ടുവാനുള്ള ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാരെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ഓക്കെ, വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ വാക്കാണ്. ഇവിടെ സഹഭടനും അതുപോലെ തന്നെ സഹപ്രവർത്തകനും സഹവിശ്വാസിയും ഒക്കെ ആയിരിക്കുന്നവൻ വിശ്വാസത്തിലേക്കായിരിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ ഉറപ്പ് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പറയുകയാണ് വിശ്വാസത്തിന്റെ വിശേഷത എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് കിട്ടുന്നതിന് മുമ്പേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബിഫോർ ഗെറ്റിംഗ് ഡീറ്റെയിൽസ് ഡിപ്പെൻഡ്സ്. അല്ലേ? ഡീറ്റെയിൽ ഒന്നുമില്ല, എവിടേക്ക് പോകുന്നൊന്നും അവൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡീറ്റെയിലും ഇല്ല. പക്ഷെ അവൻ എന്ത് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്? അവനെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ബിഫോർ ഗെറ്റിംഗ് ഡീറ്റെയിൽസ് ഗോഡ് എക്സ്പെക്ട് അസ് ടു ഡിപ്പെൻഡ് അപ്പോൺ ഹിം. നമുക്ക് പ്രത്യേകിച്ച് അനേക കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നുമില്ല. പക്ഷെ നമുക്ക് എന്തോ ഉണ്ട്? നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു നാം പൂർണ്ണമായിട്ട് അവനെ ആശ്രയിക്കണം. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനു മുൻപേ ദൈവ കൃപ നാം അനുഭവിപ്പാനിടയായിട്ട് തരും. ഈ സഹവിശ്വാസി, സഹഭടൻ, സഹസഹോദരൻ എന്നുള്ളത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്ന കാര്യമാണ്. ആ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ 2 കാര്യം കൂടി പറഞ്ഞു തിരിച്ച് മടങ്ങി വരാം. നോക്കുക, അതിന്റെ 11-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്ന ഒരു വാക്യം ശ്രദ്ധിച്ചു നോക്കിയേ. അവിടെ പറയുന്നത് എന്താ? അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചു. 18-ാം വാക്യം കൂടി. ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. നോക്കുക, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അബ്രഹാമിനോട് ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കുവാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഗോഡ് ടോട്ട് അസ് എ ലെസൺ. ദൈവം അവനെ എന്തോ ചെയ്തു? ഒരു പാഠം പഠിപ്പിച്ചു. എന്താ പാഠം പഠിപ്പിച്ചത്? ദൈവം അവനോട് പറഞ്ഞു, നിന്റെ സന്തതിയിൽ നിന്ന്, അല്ലെ, ഇസ്ഹാക്കിൽ നിന്ന് തന്നെ നിനക്ക് എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്? ഒരു വലിയ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് പോവാണ്. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. അപ്പൊ ഇസ്ഹാക്കിൽ നിന്ന് സന്തതി ജനിക്കണമെന്നും ഇസ്ഹാക്കാണ് തന്റെ വരുവാനുള്ള തലമുറയുടെ ആ സ്ഥിതി എന്നും ഒക്കെ ദൈവം അവന് പറഞ്ഞു കൊടുത്തിട്ട് അവന് ദൈവം വലിയ ലെസൺ കൊടുത്തിട്ടാണ് അവനോട് പറയുന്നത് ഇവനെ കൊണ്ട് എന്ത് ചെയ്യാനായിട്ട്? യാഗം. Before testing, God wants us to depend completely upon Him. Before testing, God teaches us what we need to know. നാം അറിയുന്നത്, നാം എന്താ അറിയേണ്ടെന്ന് വെച്ചാൽ ദൈവം എന്ത് ചെയ്യുന്നു? പരീക്ഷയ്ക്ക് മുമ്പേ, അല്ലേ, ദൈവം നമുക്ക് തീർച്ചയായിട്ടും ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവവചനത്തിലൂടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തിയിട്ടാണ് ദൈവം നമ്മെ ചില ടെസ്റ്റിലൂടെ, ചില പരിശോധനകളിലൂടെ കടത്തിവിടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തെ ധാരാളമായിട്ട് സ്നേഹിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. ഇനിയും ചോദിച്ചാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാലായിട്ട് അറിയാം. ഈ ഭാഗം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായമായിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം. ബിഫോർ ടെസ്റ്റിംഗ് ഗോഡ് അറേഞ്ചസ് എവറിത്തിങ്, ഓർ ഗോഡ് പ്രൊവൈഡ്സ് എവറിത്തിങ് ഫോർ അബ്രഹാമിന് വേണ്ടി ദൈവം എന്തോ ചെയ്യുന്നുണ്ട്? ഈ ടെസ്റ്റിന് മുമ്പ് തന്നെ, അല്ലെ, ഞാൻ ഇങ്ങനെ പറയാം, ഒരു സൈഡിൽ കൂടെ അബ്രഹാം എന്ത് ചെയ്യുകയാണെന്നറിയാമോ? തൻ്റെ മകന്റെ തോളിൽ വിറകും വെച്ചുകൊണ്ട് കയറി മുകളിലേക്ക് പോകുന്ന പോക്ക്. അബ്രഹാമിന്റെ മുമ്പിൽ മകന്റെ ചോദ്യമുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, അല്ലെ, തീയുണ്ട്. പക്ഷെങ്കിൽ എന്തില്ല? ആ യാഗപീഠത്തിനുള്ള വസ്തു എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹൃദയം കലങ്ങി വളരെ ചിന്താകുലനായിട്ട് അല്പം നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ മകനെയാണല്ലോ അർപ്പിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ച് മുകളിലേക്ക് കയറുന്ന അബ്രഹാമിന് മറുവശത്തൂടെ എന്ത് ചെയ്യുന്നുണ്ടെന്നറിയാമോ? ഒരാട്ടുകൊറ്റനും അതേ മല കയറുക, അല്ലേ? അതേ മല കയറുക. അതേ സമയത്ത് ഒരാട്ടുകൊറ്റനും അതേ മല കയറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തതിനു വേണ്ടിയാണ്? ഗോഡ് പ്രൊവൈഡഡ് ഫോർ അബ്രഹാം. ബിഫോർ ടെസ്റ്റിംഗ് ഗോഡ് പ്രൊവൈഡ്സ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാര്യം. പ്രിയമുള്ള ദൈവമക്കളെ, എൻ്റെയും നിങ്ങളെയും ക്രിസ്തു ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും നമുക്കുണ്ടാകുന്നത്. ചിലപ്പോൾ നാം എന്ത് ചെയ്യുന്നതാണ്? ഭാരപ്പെടുന്ന, നിലവിളിക്കുന്ന, കരയുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ നായകനാകുന്ന കർത്താവ് നമുക്ക് പകരമായിട്ട് ഉണ്ട്. ഇവിടെ എപ്പഫ്രാദീത്തുസിനെ കുറിച്ച് താൻ പറയുന്ന ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ എൻ്റെ സഹോദരനാണ്,
അവൻ എൻ്റെ സഹപ്രവർത്തകനാണ്, അവൻ എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വാസത്തിൽ ഒരുമിച്ച് അടരാടുന്നവരാണ്, ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്, ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുന്നവരാണ്. അല്ലെ പ്രിയമുള്ള മക്കളെ, ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് ദൈവം പറയുന്നത്. നാം ഓരോരുത്തരല്ല, നാം ഓരോരുത്തരും ആരാണ്? ഒരുമിച്ചാണ്. അല്ലെ, നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിതത്തിൽ നാം ആരും തനിയല്ല, നാം എല്ലാവരും എന്താണ്? വിശ്വാസത്തിൽ സഹോദരന്മാരുള്ളവരാണ്, നാം എല്ലാവരും വിശ്വാസത്തിൽ കൂട്ടുപ്രവർത്തകരുള്ളവരാണ്, നാം എല്ലാവരും വിശ്വാസത്തിൽ സഹഭടന്മാരുള്ളവരാണ്. നമുക്കൊക്കെ എന്ത് ചെയ്യാനായിട്ടുണ്ട്? യുദ്ധം ചെയ്യുവാൻ, നമ്മോട് ഒരുമിച്ച് നിൽക്കുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്നതാകുന്ന അനുഭവമുള്ള അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഈ എപ്പഫ്രാദോസിനെ കുറിച്ച് പറയുവാനായിട്ട് കഴിയുന്ന ഒന്നാമത്തെ കാര്യം, ഹി വാസ് എ ബ്രദർ, ഹി വാസ് എ വർക്കർ ആൻഡ് ഹി വാസ് എ സോൾജർ. രണ്ടാമത്തെ കാര്യം, അവൻ ആരാണ്? അവനെ കുറിച്ച് പറയുന്നത് അതിന് 26, 27 വാക്യം. പെട്ടെന്ന് ഞാൻ എൻ്റെ സമയം തീർന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടി പറയാം. 26, 27 അവിടെ പറയുന്നത്, എന്നാൽ എൻ്റെ സഹോദരനും അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചിട്ട് താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചു വരുന്നു. അവൻ ദീനം പിടിച്ച് മരിക്കാറായിരുന്നു സത്യം, എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കുവാൻ എന്നോടും കരുണ ചെയ്തു. രണ്ടാമത്തെ കാരണം അവിടെ പറയുന്നു. രണ്ടാമത്തെ കാര്യം തന്നെ പ്രത്യേകത, എ സെൽഫ്ലെസ് സെർവൻറ്റ്. മരിക്കാൻ തയ്യാറായിട്ട് കിടക്കുമ്പോഴും അവൻ്റെ മനസ്സിലെ ചിന്ത എന്താണെന്ന് നോക്കി. അല്ലേ, നിങ്ങളെല്ലാവരെയും ഒന്ന് കാണണം. അല്ലേ, എത്ര പ്രത്യേകതരമായ കാര്യമാണ്. കൂട്ടുസഹോദരങ്ങളോടുള്ളതാകുന്ന വാഞ്ച എവിടെയാണ്? തൻ്റെ ശുശ്രൂഷയുടെ എല്ലാ ഭാഗങ്ങളിലും അവൻ പറയുകയാണ് അവൻ്റെ ഒരു സെൽഫ്ലെസ് സെർവൻ്റാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നത് അവൻ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? അവൻ സേവിക്കപ്പെടുവാനായിട്ടല്ല, അവൻ എന്ത് ചെയ്യാനാണ്? സേവിക്കുവാൻ വേണ്ടിയാണ്. അല്ലേ, അവൻ അവരെ സെർവ് ചെയ്യുവാനായിട്ടാണ്. ഡു നോട്ട് ബി സെർവ്ഡ് ബട്ട് ടു സെർവ്. അവനെ സെർവ് ചെയ്യുക എന്നുള്ളതല്ല അവൻ ആഗ്രഹിക്കുന്നത്, അവൻ മറ്റുള്ളവരെ സെർവ് ചെയ്യുക. ഇന്നും അനേക സ്ഥലങ്ങളിൽ ആളുകൾ ഇങ്ങനെയുള്ളവരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് മറ്റ് യാതൊന്നും വിഷയമല്ല. കർത്താവ് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണോ അതെന്ത് ചെയ്യുക? പൂർത്തീകരിക്കുക. സെൽഫ്ലെസ് ആയിട്ട്, മറ്റാരുടെയും ചിന്തകളൊന്നുമില്ലാതെ കർത്താവിനെ സേവിക്കുക. അവിടെ മൂന്നാമതിനെ കുറിച്ച് പറയുന്ന വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ 29 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവേൻ, ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പീൻ. അവനെക്കുറിച്ച് പറയുന്നത്, ഈസ് എ മാൻ വർത്തി ഓഫ് ഓണർ. ബഹുമാനിക്കാൻ യോഗ്യനായൊരുവൻ. അല്ലേ, എപ്പോഴാണ് ബഹുമാനിക്കാൻ യോഗ്യനാകുന്നത്? ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രായോഗികമാകുമ്പോഴാണ്. അല്ലേ, ഒരു നല്ല കൂട്ടുസഹോദരനായിട്ട് നിൽക്കാൻ കഴിയുമ്പോൾ, ഒരു നല്ല കൂട്ടുവേലക്കാരനായിട്ട് നിൽക്കാൻ കഴിയുമ്പോൾ, ഒരു നല്ല സോൾജർ ആയിരിക്കാൻ കഴിയുമ്പോൾ, ഒരു സെൽഫ്ലെസ് സെർവൻ്റ് ആയിരിക്കാൻ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ബഹുമാനത്തിന് യോഗ്യരായിട്ട്. താൻ പറയുകയാണ് അവൻ ബഹുമാനത്തിന് യോഗ്യനാണ്, പക്ഷെ താൻ ബഹുമാനം ചോദിച്ചു വാങ്ങുന്നില്ല. പൗലോസ് പറയുകയാണ്, നിങ്ങൾ അവനെ എന്ത് ചെയ്യണം? ബഹുമാനം. അല്ലേ, ബഹുമാനം കൊടുക്കേണ്ടുന്നവർക്ക് ബഹുമാനം വേണം. അത് പൗലോസ് തന്നെ ആവശ്യപ്പെടുന്ന കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഈ നിലയിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. നമ്മുടെ ദൈവത്തെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയുന്നവരായിരിക്കണം. കർത്താവിനെ സേവിക്കുവാൻ നമുക്ക് കഴിയുന്നവരായിരിക്കണം. കഴിഞ്ഞ കാലങ്ങളൊക്കെ ആ നിലയിൽ ദൈവം നമ്മെ ഉപയോഗിച്ചു. വരും നാളുകളിലും ഈ സത്യത്തെ നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഈ സത്യത്തെ നമുക്ക് രുചിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനോട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ എഫേസ്യ ലേഖനം നമ്മൾ വായിച്ചാൽ അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാ കാര്യങ്ങളും പറയുവാനായിട്ട് നമുക്ക് കഴിയില്ല. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒത്തിരിയും കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു നല്ല ദാസനായിട്ട് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവിനെയാണ്. യേശു കർത്താവ് എൻ്റെയും നിങ്ങളെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരണം അനുഭവിക്കുമ്പോൾ നാം വായിക്കുന്നത്, അവൻ തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി. 2-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നത്. അവൻ തന്നെ താൻ താഴ്ത്തി. ഈ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ ഉണ്ടായിരിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. തന്നെ താൻ ഉയർത്തി. പത്രോസ് അപ്പോസ്തലൻ യേശുവിനോട് കൂടെ നടന്നിട്ട് പറയുകയാണ്,
തന്നെ താൻ ഉയർത്തുന്നവനെല്ലാം എന്ത് ചെയ്യും? താഴ്ത്തപ്പെടും. തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. നമുക്ക് നമ്മുടെ കർത്താവിന് മുമ്പിൽ നമ്മെ കൂടുതൽ താഴ്ത്താം, കൂടുതൽ സമർപ്പണമുള്ളവരായിട്ട് നിൽക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിനെ നമുക്കൊന്ന് വ്യത്യസ്തപ്പെടുത്താം. നമ്മുടെ വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വാസ്തവത്തിൽ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും ലഭിച്ചിട്ടില്ലായിരിക്കും പലതിലും. അടുത്ത കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരിക്കാം. നാളെയെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലായിരിക്കാം. പക്ഷേ എന്ത് ചെയ്യുമെന്നറിയാമോ? അവനിൽ ഡിപ്പെൻഡ് ചെയ്യുവാൻ അവൻ നമ്മെ ശരിയായിട്ട് പഠിപ്പിക്കും. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ലക്ഷ്യം അതായിട്ട് തീരട്ടെ. അവനെ സ്നേഹിപ്പാൻ, സേവിപ്പാൻ അവൻ നമ്മെ സഹായിക്കട്ടെ. പക്ഷേ ഡീറ്റെയിൽസ് ഇല്ലെങ്കിലും അവൻ നമുക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ടീച്ചിങ്സ് തന്നിട്ടുണ്ട്. ആ ടീച്ചിങ്സിനെ ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശ്വാസത്തിൻ്റെ പരിശോധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്ന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവൻ നമുക്ക് ആവശ്യമുള്ള പ്രൊവിഷനും നമുക്ക് വേണ്ടി അവൻ ഒരുക്കുന്നുണ്ട്. ഈ സത്യത്തെ നമുക്ക് മനസ്സിലാക്കാം, കർത്താവിനെ സേവിക്കാം, സ്നേഹിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം.